ഹായ്, സ്വാഗതം. സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് ഒരു ആമുഖത്തോടെയാണ്. ഭരണഘടനയുടെ ആദർശങ്ങളും ലക്ഷ്യങ്ങളും അടിസ്ഥാന തത്വങ്ങളും ആണ് ഈ ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിന്ന് നേരിട്ടും അല്ലാതെയും ഉണ്ടായതാണ് ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് താഴെ തന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാണ്. ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടേത്. വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന എടുത്തിട്ടുള്ളത്. കാഠിന്യത്തിന്റെയും വഴക്കത്തിന്റെയും മിശ്രിതമാണ് ഇന്ത്യൻ ഭരണഘടന. ഏകീകൃത പക്ഷപാതത്തോടെയുള്ള ഫെഡറൽ സംവിധാനത്തോടു കൂടിയതാണ് ഇന്ത്യൻ ഭരണഘടന. പിന്നെ ഗവൺമെന്റിന്റെ പാർലമെന്ററി രൂപമാണ്. പാർലമെന്ററി പരമാധികാരത്തിന്റെയും ജുഡീഷ്യൽ മേധാവിത്വത്തിന്റെയും സമന്വയമാണ്. അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സെക്യുലർ സ്റ്റേറ്റ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇൻഡിപെൻഡന്റ് ബോഡീസ്, എമർജൻസി പ്രൊവിഷൻസ്, 3 ടയർ ഗവൺമെന്റ് ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങൾ. ഇതൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സവിശേഷതകളാണ്. ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. ഭരണഘടനകളെ അമേരിക്കൻ ഭരണഘടന പോലെ ലിഖിതമായും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണഘടന പോലെ അലിഖിതമായും തരംതിരിച്ചിട്ടുണ്ട്. ലോകം ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയതും വിശദവുമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളത്. ഇത് വളരെ സമഗ്രവും വിപുലവും വിശദവുമായ ഒരു രേഖയാണ്. ഈ ഒരു വലുപ്പത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ, ഘടകങ്ങളും ഉണ്ട്. അതായത് രാജ്യത്തിന്റെ വിശാലതയും അതിന്റെ വൈവിധ്യവും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ചരിത്രപരമായ ഘടകങ്ങൾ. ഉദാഹരണത്തിന് പറഞ്ഞാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സ്വാധീനം വളരെയധികം നമ്മുടെ ഭരണഘടനയിലുണ്ട്. അത് വളരെ വലിയതായിരുന്നു. പിന്നെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരേ ഭരണഘടന. മൂന്നാമത്തേത് ഭരണഘടനാ അസംബ്ലിയിലെ നിയമപ്രഗത്ഭരുടെ ആധിപത്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മാത്രമല്ല, വിശദമായ ഭരണവ്യവസ്ഥകളും അടങ്ങിയിട്ടുണ്ട്. ന്യായമായതും അല്ലാത്തതുമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോൺ ഫ്രം വാരിയസ് സോഴ്സസ്, അതായത് ഇന്ത്യൻ ഭരണഘടന അതിന്റെ ഭൂരിഭാഗം വ്യവസ്ഥകളും മറ്റ് വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും കൂടാതെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. ഈ 1935 നിയമത്തിലെ 250ഓളം വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള അറിയപ്പെടുന്ന എല്ലാ ഭരണഘടനകളെയും റാഞ്ചിയതിനു ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചതെന്ന് ഡോക്ടർ അംബേദ്കർ അഭിമാനത്തോടെ പറഞ്ഞിരിക്കുന്നു. ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഭരണഘടനയുടെ ദാർശനിക ഭാഗം, അതായത് മൗലിക അവകാശങ്ങളും സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളും യഥാക്രമം അമേരിക്കൻ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഭരണഘടനയുടെ രാഷ്ട്രീയ ഭാഗം എന്ന് പറയുന്നത് ക്യാബിനറ്റ്, അതായത് ഈ രാഷ്ട്രീയ ഭാഗം എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഗവൺമെന്റിന്റെ തത്വവും എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും തമ്മിലുള്ള ബന്ധവും പ്രധാനമായും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച എന്ന ആശയം, സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമം. ഇവയെല്ലാം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന എടുത്തിട്ടുള്ളത്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് രാഷ്ട്ര നയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എടുത്തിട്ടുള്ളത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്ന് എടുത്തിട്ടുള്ളത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങളാണ്. കാനഡയിൽ നിന്ന് എടുത്തിട്ടുള്ളത് അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറൽ സമ്പ്രദായം എന്നത് എടുത്തിട്ടുള്ളത് കാനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. കൂടാതെ അവശിഷ്ടാധികാരം എന്ന ആശയവും എടുത്തിട്ടുള്ളത് കാനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്.
അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് മൗലിക അവകാശങ്ങളും നീതിന്യായ പുനഃപരിശോധന അധികാരവും നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യവുമാണ് എടുത്തിട്ടുള്ളത്. ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇന്ത്യൻ ഭരണഘടന ഒരേ സമയം തന്നെ റിജിഡും ആണ് ഫ്ലെക്സിബിളും ആണ്. ഒരു കർക്കശമായ ഭരണഘടന അതിന്റെ ഭേദഗതിക്ക് ഒരു പ്രത്യേക നടപടിക്രമം ആവശ്യമുള്ള ഒന്നാണ്, അമേരിക്കൻ ഭരണഘടന പോലെ. സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പോലെ തന്നെ ഭേദഗതി ചെയ്യാവുന്ന ഒന്നാണ് ഫ്ലെക്സിബിൾ ഭരണഘടന. ഉദാഹരണത്തിന് ബ്രിട്ടീഷ് ഭരണഘടന. കാഠിന്യത്തിന്റെയും വഴക്കത്തിന്റെയും സമന്വയത്തിന്റെ സവിശേഷമായ ഉദാഹരണമാണ് നമ്മുടെ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന. ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്. The Constitution of India establishes a federal system of government. രണ്ട് സർക്കാരുകൾ, അധികാര വിഭജനം, രേഖാമൂലമുള്ള ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഭരണഘടനയുടെ കാഠിന്യം, സ്വതന്ത്ര ജുഡീഷ്യറി, ദ്വിസഭകൾ എന്നിങ്ങനെ ഒരു ഫെഡറേഷന്റെ എല്ലാ സാധാരണ സവിശേഷതകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ ഭരണഘടനയിൽ ശക്തമായ ഒരു കേന്ദ്രം, ഏക ഭരണഘടന, കേന്ദ്രം, ഒരു സംസ്ഥാന ഗവർണറെ നിയമിക്കൽ, അഖിലേന്ത്യാ സേവനങ്ങൾ, ഒരു സംയോജിത ജുഡീഷ്യറി തുടങ്ങി നിരവധി ഏകീകൃത അല്ലെങ്കിൽ ഫെഡറൽ ഇതര സവിശേഷതകൾ ഇന്ത്യൻ ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്നു. ഇത് മാത്രമല്ല, ഭരണഘടനയിൽ ഫെഡറേഷൻ എന്ന പദം ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. ഈ ആർട്ടിക്കിൾ 1 പറയുന്നത്, ഈ ആർട്ടിക്കിൾ 1 ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ഫെഡറേഷൻ എന്നത് സംസ്ഥാനങ്ങളുടെ കരാറിന്റെ ഫലമല്ല. ഫെഡറേഷനിൽ നിന്ന് വേർപിരിയാൻ ഒരു സംസ്ഥാനത്തിനും അവകാശമില്ല. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയെ ഫെഡറൽ രൂപത്തിൽ, എന്നാൽ ആത്മാവിൽ ഏകീകൃതം എന്നും അർദ്ധ ഫെഡറൽ എന്നും KC വെയർ വിശേഷിപ്പിച്ചിരിക്കുന്നു. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം ഒരു ജനപ്രതിനിധി സഭയിൽ നിക്ഷിപ്തമായ ഭരണ സംവിധാനമാണ് പാർലമെന്ററി ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥവും നാമമാത്രവുമായ എക്സിക്യൂട്ടീവുകളുടെ സാന്നിധ്യം, ഭൂരിപക്ഷ പാർട്ടി ഭരണം, നിയമസഭയിലേക്കുള്ള എക്സിക്യൂട്ടീവിന്റെ കൂട്ടുത്തരവാദിത്തം, നിയമസഭയിലെ മന്ത്രിമാരുടെ അംഗത്വം, പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വം, അധോസഭയുടെ പിരിച്ചു വിടൽ തുടങ്ങിയവയാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പാർലമെന്ററി പരമാധികാരത്തിന്റെയും ജുഡീഷ്യൽ മേധാവിത്വത്തിന്റെയും സമന്വയം. പാർലമെന്ററി പരമാധികാരത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ബ്രിട്ടീഷ് പാർലമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം അമേരിക്കൻ സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ മേധാവിത്വത്തിന്റെ തത്വം. ജുഡീഷ്യൽ പുനരവലോകന അധികാരത്തിലൂടെ പാർലമെന്ററി നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കും. പാർലമെന്റിന് അതിന്റെ ഭരണഘടനാ അധികാരത്തിലൂടെ ഭരണഘടനയുടെ പ്രധാന ഭാഗം ഭേദഗതി ചെയ്യാൻ സാധിക്കും. ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. സംയോജിതവും സ്വതന്ത്രവുമായ ജുഡീഷ്യറി സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യക്ക് ഏകീകൃതമായ നീതിന്യായ വ്യവസ്ഥ ഉണ്ട്. കൂടാതെ എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേച്ചറിന്റെയും സ്വാധീനത്തിൽ നിന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയെ സ്വതന്ത്രമാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന സ്വതന്ത്ര ജുഡീഷ്യറി സ്ഥാപിക്കുന്നു. നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത കോടതിയായി സുപ്രീം കോടതി നിലകൊള്ളുന്നു. സുപ്രീം കോടതിക്ക് താഴെയാണ് സംസ്ഥാന തലത്തിലുള്ള ഹൈക്കോടതികൾ. ഒരു ഹൈക്കോടതിയുടെ കീഴിലാണ് ജില്ലാ കോടതികളും മറ്റ് കീഴ്ക്കോടതികളും. സുപ്രീം കോടതി ഒരു ഫെഡറൽ കോടതിയാണ്. പരമോന്നത അപ്പീൽ കോടതിയാണ്. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ ഗ്യാരണ്ടറും ഭരണഘടനയുടെ സംരക്ഷകനുമാണ് സുപ്രീം കോടതി. അതിനാൽ അതിന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ഭരണഘടന വിവിധ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം എല്ലാ പൗരന്മാർക്കും 6 മൗലിക അവകാശങ്ങൾ നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് മൗലിക അവകാശങ്ങൾ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഓരോ വ്യക്തിക്കും ചില അവകാശങ്ങൾ
അവകാശങ്ങൾക്ക് അർഹതയുണ്ടെന്ന അടിസ്ഥാന തത്വം ഭരണഘടന ഉൾക്കൊള്ളുന്നു. അത്തരം അവകാശങ്ങൾ ആസ്വദിക്കുന്നത് ഏതെങ്കിലും ഭൂരിപക്ഷത്തിന്റെയോ ന്യൂനപക്ഷത്തിന്റെയോ ഇച്ഛയെ ആശ്രയിക്കുന്നില്ല. ഇത്തരം അവകാശങ്ങൾ റദ്ദാക്കാൻ ഭൂരിപക്ഷത്തിനും അവകാശമില്ല. രാഷ്ട്രീയ ജനാധിപത്യം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കാനാണ് മൗലിക അവകാശങ്ങൾ. നിയമനിർമ്മാണ സഭയുടെ എക്സിക്യൂട്ടീവിന്റെയും ഏകപക്ഷീയമായ നിയമങ്ങളുടെയും സ്വേച്ഛാധിപത്യത്തിന്റെ പരിമിതികളായി ഈ മൗലിക അവകാശങ്ങൾ പ്രവർത്തിക്കുന്നു. അവ ന്യായമായ സ്വഭാവം ഉള്ളവയാണ്. അതായത് ഈ മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന് കോടതികളിൽ നമുക്ക് പോകാൻ സാധിക്കും. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ആൻഡ് റൈറ്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിട്ടുള്ളത് USA നിന്നാണ്. ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരമുള്ള ജീവനും സ്വത്തിന്, ആർട്ടിക്കിൾ 2021 പ്രകാരമുള്ള ജീവനും സ്വത്തിനുള്ള അവകാശം ഒഴികെ ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും നമുക്ക് റദ്ദ് ചെയ്യപ്പെടാം. ഏത് സമയത്ത്? എമർജൻസി സമയത്ത്. കൂടാതെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈലബിൾ ഓൺലി ടു ഇന്ത്യൻ സിറ്റിസൺസ് ആൻഡ് നോട്ട് ടു ഫോറിനേഴ്സ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് മാത്രമുള്ള ഒരു ക്ലാസ് ഓൾറെഡി എടുത്തതാണ്. ഒറിജിനലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ ഇൻക്ലൂഡഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി. ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അതായത് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു ആദ്യ സമയത്ത്. പിന്നീട് അത് 1978 44th അമെൻഡ്മെന്റ് ആക്ട് പ്രകാരം അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഈ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്, നിയമപരമായ അധികാരമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഇപ്പോൾ അണ്ടർ ആർട്ടിക്കിൾ 300A. നമ്മൾ നേരത്തെ കണ്ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിസിയബിൾ ആണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്കത് കോടതിയിൽ പോയി ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങൾ. ഡോക്ടർ BR അംബേദ്കറുടെ അഭിപ്രായത്തിൽ സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചറാണ്. അവ ഭരണഘടനയുടെ 4ാം ഭാഗത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഭരണഘടനയുടെ 4ാം ഭാഗത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ജനങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ നീതി ലഭിക്കുന്നതിനാണ് നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കം ചിലരുടെ കൈകളിൽ സമ്പത്ത് കേന്ദ്രീകരിക്കാത്ത ഒരു ക്ഷേമരാഷ്ട്രം ഇന്ത്യയിൽ സ്ഥാപിക്കുകയാണ് നിർദ്ദേശക തത്വങ്ങൾ ലക്ഷ്യമിടുന്നത്. അവ ന്യായീകരിക്കപ്പെടാത്തവയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള ഒരു കേസാണ് 1980 മിനർവ മിൽ കേസ്. ഈ മിനർവ മിൽ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ അടിത്തറയിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ നമുക്ക് അടിസ്ഥാന കടമകളും ഉണ്ട്. യഥാർത്ഥ ഭരണഘടന ശരിക്കും ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നൽകിയിരുന്നില്ല. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1976 42ാം ഭേദഗതി നിയമം നമ്മുടെ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തു. 1976 42ാം ഭേദഗതി പ്രകാരമാണ് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വേണ്ടിയുള്ള 10 മൗലിക കർത്തവ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഇത് പ്രതിപാദിക്കുന്നു. പിന്നീട് 2002 86ാം ഭരണഘടനാ ഭേദഗതി നിയമം ഒരു അടിസ്ഥാന കടമ കൂടി കൂട്ടിച്ചേർത്തു. അത് പ്രകാരം 11 മൗലിക കടമകളാണ് നമുക്ക് ഉള്ളത്. അവകാശങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകുമ്പോൾ കടമകൾ ഓരോ പൗരനും നിർവഹിക്കാൻ പ്രതീക്ഷിക്കുന്ന കടമകളാണ്.
എന്നിരുന്നാലും സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ പോലെ ചുമതലകളും പ്രകൃതിയിൽ ന്യായീകരിക്കപ്പെടാത്തവയാണ്. ജസ്റ്റിസിയബിൾ അല്ല ഈ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും. മൊത്തത്തിൽ 11 അടിസ്ഥാന കടമകളാണ് ഉള്ളത്. USSRൽ നിന്നാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സെക്യുലറിസം. ഇന്ത്യൻ ഭരണഘടന ഒരു മതേതര രാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്നു. അതിനാൽ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഔദ്യോഗിക മതമായി ഒരു പ്രത്യേക മതത്തെയും അത് ഉയർത്തിപ്പിടിക്കുന്നുമില്ല. ഇന്ത്യൻ ഭരണഘടന ഒരു മതേതര രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അതിനാൽ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഔദ്യോഗിക മതമായിട്ട് ഒരു പ്രത്യേക മതത്തെയും അത് ഉയർത്തിപ്പിടിക്കുന്നു ഇല്ല. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു മതേതര ജനാധിപത്യത്തിന്റെ വ്യതിരിക്തമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണകൂടം ഏതെങ്കിലും മതവുമായി സ്വയം തിരിച്ചറിയുകയോ നിയന്ത്രിക്കുകയോ ചെയ്യില്ല. ഒരാൾ പിന്തുടരാൻ തിരഞ്ഞെടുക്കുന്ന ഏത് മതവും സ്വീകരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉറപ്പു നൽകുന്നുണ്ട്. ഒരു വ്യക്തിയോടും അവന്റെ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ പേരിൽ ഭരണകൂടം ഒരു വിവേചനവും കാണിക്കില്ല. ഏതൊരു പൊതുവ്യവസ്ഥയ്ക്കും വിധേയമായി സംസ്ഥാനത്തിന് കീഴിലുള്ള ഏത് ഓഫീസിലും പ്രവേശിക്കാനുള്ള എല്ലാ പൗരന്റെയും അവകാശം സഹപൗരന്മാർക്ക് തുല്യമായിരിക്കും. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വത്തിന്റെ ഹൃദയവും ആത്മാവുമാണ് ഏതൊരു ഇന്ത്യൻ പൗരനും ഭരണകൂടത്തിന് കീഴിലുള്ള പരമോന്നത പദവി തേടാൻ അർഹതയുള്ള രാഷ്ട്രീയ സമത്വം. ഒരു മതേതര രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഈ ഒരു സങ്കല്പം ലക്ഷ്യമിടുന്നത്. ഇതിനർത്ഥം ഇന്ത്യയിലെ ഭരണകൂടം മതവിരുദ്ധമാണെന്ന് അല്ല. മതേതരത്വത്തിന്റെ പാശ്ചാത്യ സങ്കല്പം മതവും ഭരണകൂടവും തമ്മിലുള്ള പൂർണ്ണമായ വേർതിരിവിനെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇന്ത്യൻ ഭരണഘടന മതേതരത്വത്തിന്റെ നല്ല ആശയം ഉൾക്കൊള്ളുന്നു. അതായത് എല്ലാ മതങ്ങൾക്കും തുല്യമായ ബഹുമാനം നൽകുക, അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും തുല്യമായി സംരക്ഷിക്കുക. മാത്രമല്ല ഭരണഘടന പഴയ സാമുദായിക പ്രാതിനിധ്യ സമ്പ്രദായം നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പട്ടികജാതികൾക്കും പട്ടികവർഗക്കാർക്കും മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സീറ്റുകളുടെ താൽക്കാലിക സംവരണം ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഇന്ത്യൻ ജനാധിപത്യം പ്രവർത്തിക്കുന്നത് ഒരാൾ ഒരു വോട്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ജാതി, ലിംഗം, വർഗം, മതം, പദവി എന്നിവ പരിഗണിക്കാതെ 18 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഇന്ത്യയിലെ ഓരോ പൗരനും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. സാർവത്രിക പ്രായപൂർത്തിയായ ഫ്രാഞ്ചൈസി രീതിയിലൂടെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ രാഷ്ട്രീയ സമത്വം സ്ഥാപിക്കുന്നു. സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതായത് ഏക പൗരത്വം. ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ സാധാരണയായി US പോലെ പൗരന്മാർ ഇരട്ട പൗരത്വം ആസ്വദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏക പൗരത്വം മാത്രമാണ് ഉള്ളത്. ഓരോ ഇന്ത്യക്കാരനും അവന്റെ അല്ലെങ്കിൽ അവളുടെ താമസ സ്ഥലമോ ജനന സ്ഥലമോ പരിഗണിക്കാതെ ഇന്ത്യൻ പൗരനാണ് എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇൻഡിപെൻഡന്റ് ബോഡീസ്. ഇന്ത്യൻ ഭരണഘടന ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ബോഡികൾ മാത്രമല്ല ചില സ്വതന്ത്ര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ കോട്ടകളായി അവരെ ഭരണഘടന വിഭാവനം ചെയ്യുന്നു. എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തര വ്യവസ്ഥകൾ. സാധാരണ കാലത്തെ പോലെ ഭരണം നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ മുൻകൂട്ടി കണ്ടിരുന്നു. അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയാണ് ഭരണഘടന അടിയന്തരാവസ്ഥകൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത്. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ ഉണ്ട്. യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവ മൂലമുണ്ടാകുന്ന അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനങ്ങളിലെ ഭരണഘടനാ പരാജയം മൂലം ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356 ആൻഡ് 365. മൂന്നാമത്തേത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ആർട്ടിക്കിൾ 360 പ്രകാരമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നത്.
അടുത്തത് ത്രീ ടയർ ഗവൺമെന്റ് അല്ലെങ്കിൽ ത്രിതല സർക്കാർ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന ഒരു ദ്വന്ദ്വ രാഷ്ട്രീയത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കൂടാതെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും സംഘടനയെയും അധികാരങ്ങളെയും സംബന്ധിച്ച വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്നു. പിന്നീട് 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ ലോകത്തിലെ മറ്റേതൊരു ഭരണഘടനയിലും കാണാത്ത ഒരു മൂന്നാം തല ഗവൺമെന്റ്, അതായത് പ്രാദേശിക സർക്കാർ, അതും കൂടെ കൂട്ടിച്ചേർത്തു. 1992 73ആം ഭേദഗതി നിയമം ഭരണഘടനയിൽ ഒരു പുതിയ ഭാഗം, അതായത് ഭാഗം 9ഉം പുതിയ ഷെഡ്യൂൾ 11ഉം ചേർത്തുകൊണ്ട് പഞ്ചായത്തുകൾക്ക്, അതായത് റൂറൽ പ്രാദേശിക സർക്കാരുകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകി. അതുപോലെ തന്നെ 1992 74ആം ഭേദഗതി നിയമം ഭരണഘടനയിൽ ഒരു പുതിയ ഭാഗം 9A-യും പുതിയ ഷെഡ്യൂൾ 12ഉം ചേർത്ത് മുനിസിപ്പാലിറ്റികൾക്ക്, അതായത് നഗര പ്രാദേശിക ഭരണകൂടത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകി. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ. 2011 97ആം ഭരണഘടനാ ഭേദഗതി നിയമം സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടനാ പദവിയും സംരക്ഷണവും നൽകി. 2011 97ആം ഭരണഘടനാ ഭേദഗതി. ഈ സാഹചര്യത്തിൽ അത് ഭരണഘടനയിൽ ഇനി പറയുന്ന 3 മാറ്റങ്ങൾ വരുത്തി. ഏതൊക്കെയാണ് 3 മാറ്റങ്ങൾ? സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശത്തെ അത് മൗലിക അവകാശമാക്കി. ആർട്ടിക്കിൾ 19 പ്രകാരം സഹകരണ സംഘങ്ങളുടെ പ്രോത്സാഹനത്തെക്കുറിച്ചുള്ള സംസ്ഥാന നയത്തിന്റെ ഒരു പുതിയ നിർദ്ദേശ തത്വങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 43B പ്രകാരം അത് ഭരണഘടനയിൽ സഹകരണ സംഘങ്ങൾ എന്ന പേരിൽ ഒരു പുതിയ ഭാഗം, അതായത് ഭാഗം 9B ചേർത്തു. പുതിയ ഭാഗം 9Bയിൽ രാജ്യത്തെ സഹകരണ സംഘങ്ങൾ ജനാധിപത്യപരവും തൊഴിൽപരവും സ്വയംഭരണപരവും സാമ്പത്തികമായി മികച്ചതുമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള വിവിധ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ഇതില് പാർട്ട് ഭാഗം 9Bയിൽ. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Thank you.